യുദ്ധം പശ്ചിമേഷ്യയിലാണ് കൊടുമ്പിരി കൊള്ളുന്നത് എങ്കിൽ പോലും മുറവിളിയും കരച്ചിലും കേൾക്കുന്നത് ഇങ്ങ് ഇന്ത്യക്കുള്ളിലാണ്. മറ്റേതൊരു രാജ്യത്തെക്കാൾ കൂടുതൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഇന്നും ഇന്ത്യക്ക് കെൽപ്പുണ്ട്. മറ്റു പല രാജ്യങ്ങളുമാകട്ടെ ഇന്നും ഈ യുദ്ധം മൂലം പല പ്രശ്നങ്ങളും സാമ്പത്തികമായി പോലും അനുഭവിക്കുമ്പോഴും ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ കലാപങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നതായിട്ടുള്ള വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും ചില വെല്ലുവിളികൾ ഇവിടെ ധാരാളം നമുക്ക് പറയാനുണ്ട്. സാമ്പത്തിക വളർച്ചയിൽ 1% വരെ കുറവുണ്ടായേക്കാം. വിലക്കയറ്റം ചെറിയ തോതിൽ പോലും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം തീർന്നാലും സപ്ലൈ ചെയ്യാൻ പഴയ രൂപത്തിലേക്കാകാൻ മാസങ്ങൾ എടുത്തേക്കുകയും ചെയ്യുന്നുണ്ട്. മോശം സാഹചര്യം ഉണ്ടാകാം എന്ന് കേന്ദ്ര സർക്കാർ പോലും പറയുന്നുമുണ്ട്. പക്ഷേ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും കരുത്തുറ്റ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കുമെന്നത് ഒരു നഗ്നമായ സത്യം തന്നെയാണ്. എന്നാൽ ഈ അവസരം മുതലെടുക്കാനാണ് ചിലർ ഇവിടെ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ വ്യാപകമായി ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തിക്കൊണ്ട് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തവണയും നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ എന്ന വ്യക്തമായ ഒരു സന്ദേശവും താക്കീതുമാണ് ഇന്ത്യയിൽ കലാപത്തിന് തയ്യാറെടുത്ത് അല്ലെങ്കിൽ ഇതിനായി തന്നെ കച്ചുകെട്ടി നിലയുറപ്പിക്കുന്നവർക്കെതിരെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇന്ത്യയെ ഇതുവരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞ 27 വർഷമായി നടക്കുന്ന യുദ്ധത്തിന്റെ ആഘാതം നേരിടാൻ കഴിയുന്നുണ്ട്. പക്ഷേ വരും നാളുകളിലും യുദ്ധം തുടർന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആഗോള പ്രതിസന്ധിക്ക് സമാനമായ സാഹചര്യം നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിവ അടങ്ങുന്ന 6 പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇന്ത്യ. ഇന്ത്യയും GCCയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024-25 $179 ബില്യൺ അതായത് ഏകദേശം 16 ലക്ഷം കോടി രൂപ. 2024-25 ഇന്ത്യയുടെ GCCയിലേക്കുള്ള കയറ്റുമതി ഏകദേശം $57 ബില്യൺ ആയിരുന്നു, 5 ലക്ഷം കോടി രൂപ. നിലവിൽ രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വില $72.48 ആയിരുന്നു. അങ്ങനെയെങ്കിൽ യുദ്ധം മൂലം അത് $100 മുതൽ $110 എത്തി നിൽക്കുന്നു. ഗൾഫിലേക്ക് കയറ്റുമതിയും നടക്കുന്നില്ല. ഇന്ത്യയിലേക്ക് ഗൾഫിൽ നിന്ന് ക്രൂഡ് ഓയിലും LPGയും ഉൾപ്പെടെ ഇറക്കുമതിയും കാര്യമായി നടക്കുന്നില്ല. ഇന്ത്യ 41 രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. എങ്കിലും അത് വൻ സാമ്പത്തിക ചിലവാണ് രാജ്യത്തിനുണ്ടാക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിലും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ എത്താൻ ഏകദേശം 16,000 കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്ത്യ ഇന്നിപ്പോൾ അർജന്റീനയിൽ നിന്ന് വരെ LPG ഇറക്കുമതി ചെയ്യുന്നു. അർജന്റീനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏതാണ്ട് 2,000 കിലോമീറ്റർ ദൂരം. നോർവ, കാനഡ തുടങ്ങി എല്ലായിടത്തു നിന്നും നമ്മൾ LPGയും ക്രൂഡ് ഓയിലും എത്തിക്കുന്നുണ്ട്. രാജ്യത്ത് ക്രൂഡ് ഓയിലിന്റെയും LPGയുടെയും ക്ഷാമം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 18 മാസത്തിനിടെ രൂപയുടെ മൂല്യത്തിൽ 11% ഇടിവുണ്ടായി. ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടുണ്ട് എങ്കിലും രൂപയുടെ മൂല്യം ഡോളറിന് 97 മുതൽ 100 നിലവാരത്തിലേക്ക് വരെ താഴും. വെല്ലുവിളികൾ ധാരാളമുണ്ട്. സാമ്പത്തിക വളർച്ചയിൽ 1% വരെ കുറവുണ്ടാകാം. വിലക്കയറ്റം ചെറിയ തോതിലെങ്കിലും ഉണ്ടായേക്കാം. യുദ്ധം തീർന്നാലും സപ്ലൈ ചെയ്യാൻ പഴയ രൂപത്തിലാക്കാൻ മാസങ്ങൾ എടുക്കും. മോശം സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും കരുത്തുറ്റ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കും. ഇന്ത്യ ആകെ വിദേശ നാണ്യ ശേഖരം സർവകാല റെക്കോർഡായ $728.49 ബില്യൺ നിന്ന്, അതായത് 27 ഫെബ്രുവരി 2026 ഈ ഒരു കണക്കിലാണ്, അവിടെ നിന്നുകൊണ്ട് $716.81 ബില്യൺ ആയി തന്നെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിലവിലുള്ള ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം 8.7 മാസത്തെ ഇറക്കുമതിക്കുണ്ട്. സുഹൃത്ത് രാജ്യമെന്ന നിലയിൽ ഇറാൻ ഇന്ത്യക്ക് ക്രൂഡ് ഓയിലും LPGയും നൽകാൻ തുടങ്ങിയതോടെ ഇന്ത്യക്ക് വമ്പൻ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ഒന്ന്, ചിലവ് കുറഞ്ഞ എണ്ണ നമുക്ക് പെട്ടെന്ന് ലഭിക്കും.
രണ്ടാമതായി ഇന്ത്യൻ രൂപയിൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുവാനും സാധിക്കും. അങ്ങനെ ഇറാൻ സമ്മതിച്ചു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാനിൽ നിന്നുള്ള എണ്ണയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ കപ്പൽ ഇന്ത്യയിൽ ഉടനെത്തും. 2019 വരെ നമ്മുടെ യൂക്കോ ബാങ്കിലായിരുന്നു അവിടെ ഇറാന്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങും. പകരം ആ തുകയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഇറാൻ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അരിയും മരുന്നും എല്ലാം വാങ്ങും. അതുപോലെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യൻ രൂപയിൽ പണം നൽകിയാൽ മതിയായിരുന്നു. അതേസമയം യുദ്ധം തുടരുകയാണെങ്കിൽ സാഹചര്യം മാറിയേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കും. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വിദേശ നാണ്യ ശേഖരമുണ്ട്. ഒരാഴ്ചത്തെ ഇറക്കുമതിക്ക് മാത്രം വിദേശ നാണ്യ ശേഖരം ഉണ്ടായിരുന്ന 1990കളിലെ ഇന്ത്യ അല്ല ഇന്നിപ്പോൾ നമ്മളുടെ സപ്ലൈ ചെയ്തും ഇന്ന് വളരെ വലുതാണ്. അങ്ങ് തെക്കേ അമേരിക്കയിൽ നിന്നും മുതൽ റഷ്യയിൽ നിന്നും നോർവേയിൽ നിന്നുമൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളത് എത്തുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ തന്നെയായിരിക്കും. യുദ്ധത്തിൽ ഏറെ നഷ്ടങ്ങൾ ഉണ്ടായ ഗൾഫ് രാജ്യങ്ങളുടെയും ഏറെക്കുറെ പൂർണ്ണമായും തകർന്ന ഇറാന്റെയും ഒക്കെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതായിരിക്കും. ലാർസൻ ടോർബോ പോലുള്ള കമ്പനികളുടെ ഷെയർ ആ വിലയിൽ അത് കാണാൻ സാധിക്കും. അമേരിക്കയെ നമ്പിയ ഗൾഫ് രാജ്യങ്ങൾക്കും ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിച്ച് ഇറാനും കിട്ടിയ പണി ഇന്ത്യക്ക് നേട്ടമാകാനേ പറ്റൂ. ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇറാനിൽ ഭരണം മാറിയാലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് പുതിയ സാഹചര്യങ്ങൾ അനുകൂലമാണ്. ഇന്ത്യ ഇറാൻ ബന്ധം പഴയ കാലത്തേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും മാറിയ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഇറാനുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടും എന്നത് ഉറപ്പാണ്. അതിപ്പോൾ അവിടെ ഭരണം മാറിയാലും ഇല്ലെങ്കിലും ഇന്ത്യയുമായുള്ള നല്ല ബന്ധം ഇറാനും ആവശ്യമാണ്. മിസൈലും പുഴുങ്ങി തിന്ന് ക്രൂഡ് ഓയിലും കുടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ ചെറിയ നഷ്ടങ്ങൾ ഭാവിയിൽ വൻ നേട്ടമായി മാറ്റാൻ ഇന്ത്യക്കുമാകും എന്നത് ഉറപ്പാണ്. ജുജുവിനെ കച്ചവടം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഒപ്പം തന്നെ അദ്ദേഹം ഒരു വാൽകഷ്ണം കൂടെ ഇവിടെ എടുത്തു പറയുകയാണ്. യുദ്ധം മൂലം ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ പെട്രോളും ഡീസലും ഒക്കെ റേഷനാണ്. ആ സാധനങ്ങൾക്ക് വില കൂടി തുടങ്ങി. പക്ഷേ അവിടെയുള്ള ജനങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത്. അതിൻ്റെ പേരിൽ ആരും കലാപവും സമരവുമായി തന്നെ തെരുവിലിറങ്ങുന്നില്ല. എല്ലാവരും സഹകരിക്കുന്നു. ഇന്ത്യയിൽ വ്യാപകമായി ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തിക്കൊണ്ട് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിവിടാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തവണയും നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. കേന്ദ്ര സർക്കാർ വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ചൈനയിലേക്ക് പോകുന്ന കപ്പലുകൾ വരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിടണമെങ്കിൽ നമ്മുടെ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ. നയതന്ത്രജ്ഞരായ ഒരു വിദേശകാര്യ മന്ത്രി ഇന്ത്യക്കുള്ളപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ കൃത്യമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.